ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്താണ്, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ എന്താണ്, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ എന്താണ്, അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പൈലോ മറ്റു കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആകുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൂടുതലും അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ മെയിൻലി കാണിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തതിന് ശേഷം ആ കാര്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് വേണ്ടി എന്തൊക്കെ ത്യജിക്കുന്നുണ്ട്. നിങ്ങൾ മേ ബി നിങ്ങളുടെ സമയമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് ആയിരിക്കണം, എന്തൊക്കെയോ ത്യജിച്ചിട്ട് എന്തിനൊക്കെയോ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഇഷ്യൂസും തരണം ചെയ്ത് ഒരുപാട് ട്രോമാസൊക്കെ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര പണി കിട്ടിക്കഴിഞ്ഞാലും, എത്ര പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും, നിങ്ങൾ അതിൽ നിന്നും ഒരു പാഠം പഠിക്കാൻ, എത്ര അനുഭവം വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേര് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നിങ്ങളെ യൂസ് ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളവിടെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടായിരിക്കണം, നിങ്ങൾ ടൈം അവിടെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കണം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസ് പറ്റുന്നത്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ കണ്ണും പൂട്ടി ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, കണ്ണും പൂട്ടി ഒരുപാട് പേർക്ക് നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് പോലും നിങ്ങൾ വെറുതെ ചെന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ചുമ്മാ ഇങ്ങനെ വാരി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണാൻ പറ്റും. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സ്വന്തം എനർജി, അതായത് ത്യജിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സ്വന്തം ലൈഫ് ത്യജിച്ച് എനർജി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു വ്യക്തിനെ ആലോചിച്ച് വിഷമിക്കുന്നതായിരിക്കാം. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഓരോരുത്തർക്കായിട്ട് നിങ്ങളിങ്ങനെ കൊടുക്കുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിൽ നിന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു 100 രൂപ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു 10 രൂപ കൊടുക്കുന്നതിനേക്കാളും 10 രൂപ ഉണ്ടായിട്ട് ആ 10 രൂപയും കൊടുക്കുന്നൊരു സീനിലോട്ട് ഒരിക്കലും പോകാൻ വേണ്ടി നിൽക്കുക. നിങ്ങൾ ഒരു 100 രൂപ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു 10 രൂപ കൊടുക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു യൂസേജ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഒരിക്കലും അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് കാർഡിൽ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്, നിങ്ങളുടേതായിട്ടുള്ളൊരു ലൂപ്പ്, അല്ലെങ്കിൽ മേ ബി കുറേ അധികം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മാത്രം നോക്കി ജീവിക്കുന്നവരായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറം ലോകവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ, ചിലരുടെ ഇൻഫ്ലുവൻസിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ ലൂപ്പിൽ നിന്നൊക്കെ ഇറങ്ങാനുള്ള സമയമൊക്കെ ഓൾറെഡി എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു ബാഡായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ബാഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഭയങ്കര ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കും. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങളുടെ എനർജി ഭയങ്കര ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ വാല്യൂ ഒരു സെക്കൻഡ്, ഒരു മില്ലി സെക്കൻഡ് പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മറ്റൊരാളെ ചിന്തിച്ചിട്ടായാലും നിങ്ങൾ എനർജി ഡൗൺ ആക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈവൻ നിങ്ങളുടെ കരിയർ ആയാലും ഫിനാൻസ് ആയാലും ഫ്യൂച്ചർ ആയാലും എന്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടായാലും ഇവിടെ വിഷമിക്കരുത് എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ടും ഡ്രൈൻ ആവും. അത് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ടും നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വാശിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വാശി അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ പൊസസീവ്, അത് ജയിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ കമൻറ്റേ കാണത്തില്ല. പക്ഷേ ഇത് നിങ്ങളുടെ നെഗറ്റീവാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവാം. നിങ്ങളപ്പം ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിഷമിച്ച് ഒരു സൈഡിൽ പോയിരുന്ന് മാറി നിന്ന് കരയുക, അല്ലെങ്കിൽ മാറി നിന്ന് വിഷമിക്കുക, ഒരു ലോൺലെസ് ഫീൽ കൊണ്ട് നിൽക്കുക, ആ വ്യക്തിയാണ് എന്നെ അത് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലുള്ള ഒരുപാട് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. മനസ്സിൽ തന്നെ വിഷം, ഒരാളൊരു പ്രശ്നം ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ആ സ്പോട്ടിന് മറക്കുക. കാരണം ആ വ്യക്തി അങ്ങനെ ചെയ്തു, ആ വ്യക്തിയുടെ ക്യാരക്ടർ അതാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനൊരു ബോധമില്ലാതെ കുറേ അധികം ആ വാശി, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമായിരിക്കണം, ആ ഒരു പ്രശ്നം അവിടെ തീർക്കേണ്ട പ്രശ്നമായിരിക്കണം, ബട്ട് ആ ഒരു പ്രശ്നം കൊണ്ടുപോകുന്നത് വലിയ ഇഷ്യൂസിലാണ്. അത് നിങ്ങളെ കൊണ്ടിടുന്ന നിങ്ങളുടെ ഈഗോ, പൊസസീവ്നെസ്, ഡിപ്രഷൻ, നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങളുടെ ഹൈ എനർജി കൊണ്ടുപോയി ലോ എനർജി കൊണ്ടെടുക്കും. പിന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ആരും വരാത്ത രീതിയിൽ അത് മൂടപ്പെടും, കുറേ അധികം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ മൂടപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ പൊസസീവിനായിരിക്കാം, നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും, സെൽഫിഷ് ക്യാരക്ടർ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് മാത്രം വേണം, അല്ലെങ്കിൽ എൻ്റേത് മാത്രമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളിന്ന് കമൻറ്റ് ഇടാണ്ടിരിക്കുക. എനിക്കതിനെക്കുറിച്ചൊന്നും ഞാൻ നോക്കുന്നില്ല, ബട്ട് ഇത് ഈ ഒരു സമയം എനിക്ക് പറയാൻ വേണ്ടി തോന്നി. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ദേഷ്യം, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം നിങ്ങളുടെ ടോക്സിസിറ്റി കൂട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള തൊട്ടേനും പിടിച്ചതിനും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം മറ്റൊരാളെ ഭയങ്കരമായിട്ടും എനർജി ഡ്രൈൻ ആക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു കാര്യം പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്നു, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു, അത് നിങ്ങളെ തിരിച്ച് ഹേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസ് ആയിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ, നിങ്ങൾക്കത് കണക്റ്റഡ് ആവുന്ന ആൾക്കാരെ മാത്രം അങ്ങനെ എടുത്താൽ മതി. ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവേണ്ട സമയം നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് അവന് മാത്രമാണ് സക്സസ്, അല്ലെങ്കിൽ എനിക്ക് ആ സംഭവം വരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് അത് വരുന്നില്ല, അങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് മേജർലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് പേർക്ക് ഇഷ്യൂസ് വന്ന് നിൽക്കുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ടോക്സിസിറ്റി, റിലേഷൻഷിപ്പിലുണ്ടാവുന്ന എനർജി പരമായിട്ടുള്ള ഡ്രൈനിങ്, ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ അബണ്ടൻസിന് വേണ്ടിയിട്ട്, കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് ഞാനിവിടെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക, സെൽഫിഷ് ക്യാരക്ടർ എന്ന് പറയാം. ഈവൻ ഓക്കെ, ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു കുറേ അധികം ആൾക്കാർക്ക് ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണിനേക്കാളും നിങ്ങളുടെ പർപ്പസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം എന്നുള്ളതായിരിക്കും. റിലേഷൻഷിപ്പിലാണ് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും, അല്ലെങ്കിൽ നീ വലുത് ഞാൻ ചെറുത്, അല്ലെങ്കിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ഇപ്പം മനസ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ വ്യക്തിനെ കളഞ്ഞിട്ട് പോകല്, ആവശ്യമായിട്ടുള്ള രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത്, ഇത് നിങ്ങളുടെ ക്യാരക്ടർ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സിറ്റുവേഷൻസ് അവർ ഇത് പറഞ്ഞു തരികയാണ്. അപ്പം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാർമിക്കായിരിക്കാം ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം എന്നുള്ളത് വിധിയാണ്. ആ വിധിൻ്റെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആ വിധി എന്തുകൊണ്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ വരാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടേണ്ട, നിങ്ങളെ കൊതിയോടെ നോക്കി നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കണം. മേ ബി ആ വ്യക്തിക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരിക്കണം. ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. ആ ഒരു എനർജി ഈ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കാർമികം, നമ്മൾ അറിഞ്ഞൂടാത്ത ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് നെഗറ്റീവ്സും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം 2 പേര് തമ്മിൽ കല്യാണം കഴിക്കണം, പക്ഷേ ആ കല്യാണം കഴിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവർ തമ്മിൽ തേച്ചിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ പ്രശ്നമാകും, ആ വ്യക്തി ഒരുപാട് കർമ്മം അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തേക്കുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അത് നിങ്ങളെ ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇത് 2 പേരും മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ്ഡ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ന്യൂട്രലൈസ്ഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ടോക്സിസിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾക്കത് മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പലരും പല സിറ്റുവേഷനിൽ കടന്നു വരുന്നുണ്ട്. കാരണം അവിടെ ഫാമിലി പരമായിട്ട് ഒരുപാട് ട്രോമാസ് ഉണ്ടായിരിക്കും. വളർന്നു വരുന്ന സാഹചര്യം അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നൊക്കെ ഒരുപാട് ട്രോമാസ് ഉണ്ടായിരിക്കും. ഹസ്ബൻഡിൻ്റെ നിന്ന് ഇവൻ വൈഫിൻ്റെ നിന്ന് ഒരുപാട് ട്രോമാസ് ഉണ്ടായിരിക്കും. കൂട്ടുകാരിൽ നിന്നും ഇവൻ സാറന്മാരിൽ നിന്നും വേറെ ഒന്നും വേണ്ട, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരെ ഒരുപാട് ട്രോമാസ് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വന്ന് കഴിയുമ്പോൾ സമയത്ത്
അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അല്ലാതെ അവരങ്ങ് പിടിച്ച് നിർത്തി അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന സാധനം ഇതൊക്കെ കാണുന്നുണ്ട്. അതങ്ങനെ ഹീൽ ചെയ്ത് കളയാൻ പറ്റുന്ന സാധനം എന്നുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, റിട്ടേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ മെയിൻലി വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ആവശ്യത്തിനനുസരണം യൂസ് ചെയ്യാണ്ട് ഇപ്പം എന്ത് സിറ്റുവേഷനിലായാലും ഏത് സിറ്റുവേഷനിലായാലും അത് മനസ്സിലാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈവൻ റിലേഷൻഷിപ്പിലാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. മേജർലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്ത് ഇൻറ്റൻഷനിലൂടെയാണ് വരുന്നത്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്, മാനിപ്പുലേഷനാണോ അല്ലെങ്കിൽ ഫിനാൻസ് ആണോ അല്ലെങ്കിൽ സെക്സ് ആണോ, എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലോ ഒരു കരിയറിലോ ഒരു ഫ്രണ്ട്സിലോ എന്തിലും വേണമെങ്കിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇമോഷണലായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് ചില സിറ്റുവേഷനിൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ടൈം കളഞ്ഞിട്ട് വരെ നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ടൈമും എല്ലാം മനസ്സും ശരീരവും എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, അങ്ങനെ കുത്തിക്കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൂപ്പിൽ മാത്രമായി പോകും, ഒറ്റപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷനിലായി പോകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ടും ഡാമേജ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരുപാട് പേരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം വരുന്ന എനർജി എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള എനർജിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ കുറേ അധികം വിധിപ്രകാരം നിങ്ങളായിട്ട് ചെയ്ത് വെച്ചതിൻ്റെ കർമ്മകൾ അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്ന് കയറുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് മേജർലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മളുടെ ക്യാരക്ടർ വേറൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാണ്ടിരിക്കുക. നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ക്യാരക്ടർ, ഇവൻ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസാണ്. ചില സമയത്ത് കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പം നല്ല ഇടിമിന്നലും കാര്യങ്ങളുണ്ട്. അപ്പം കറണ്ട് പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ നിർത്തി വയ്ക്കേണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, തലമുറകളായിട്ട് വരുന്ന ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ, ഞാൻ ഇത് കാണിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം. എന്താ പറയുക, തലമുറകളായിട്ട് വന്ന ഒരുപാട് ആചാരങ്ങളും ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഇപ്പം നിങ്ങളുടെ മകളായിരിക്കത്തില്ല നിങ്ങളുടെ മകളുടെ സ്വഭാവവും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ സ്വഭാവവും ഒന്നും ആയിരിക്കത്തില്ല. അതായത് അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക. ഇപ്പം നിങ്ങളൊരു അമ്മയാണ്, നിങ്ങളൊരു അച്ഛനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതാണ്, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യം ഇതാണ്, അത് ഒരിക്കലും ചെവിയിൽ മൊഴിഞ്ഞ് കൊടുക്കരുത്. മതം പഠിപ്പിക്കാണ്ടിരിക്കുക, മനുഷ്യരെ മതം പഠിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് അവർ ഏതാണെന്ന് അറിഞ്ഞുകൂടാണ്ട് പിള്ളേർ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്യണം, ഞാൻ എന്തിന് ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാണ്ട് പിള്ളേർ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് പോലും അറിയാൻ വയ്യാണ്ട് പിള്ളേരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അവരുടെ പാഷൻ എന്താണ്? നിങ്ങളുടെ ആഗ്രഹത്തിനാണോ വളരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനാണോ അവർ വളരേണ്ടത്? നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനനുസരിച്ചാണോ അവർ ഓരോന്നും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചാണോ അവർ ജീവിക്കേണ്ടത്? പണമാണോ മുഖ്യം? അപ്പം എല്ലാം മുഖ്യം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അവരെങ്ങനെയോ ജീവിച്ചുകൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെയോ ജീവിക്കട്ടെ. മതം കുത്തിവെക്കാണ്ടിരിക്കുക, അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാണ്ടിരിക്കുക, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആൾക്കാരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിലോട്ട് മാത്രം കൂടുതൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ഇരുട്ടത്ത് വെളിയിലിറങ്ങരുത്. സീരിയസ്ലി ഈ കാർഡ് ഇവിടെ കാണിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ എനിക്കിവിടെ കാണുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. കമ്മ്യൂണിറ്റി ഒരുപാട് കമ്മ്യൂണിറ്റീസ് പല കാര്യങ്ങളാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ പറ്റാത്ത ഒരുപാട് കമ്മ്യൂണിറ്റി. നിങ്ങളിവിടെ എന്തിനിങ്ങനെ നെഗറ്റീവ് അടിച്ചിറക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനിവിടെ ചോദിക്കുന്നത്. അതിവിടെ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പറയണം, നിങ്ങളതിലൊന്നും വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം എനിക്കിപ്പം കുറച്ച് സബ്സ്ക്രൈബറേ ഉള്ളൂ. അപ്പം അവരുടെ അടുത്ത് ഞാൻ പറയേണ്ടത് എന്തായാലും ഞാൻ പറയും. എനിക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടെ കയറി എനിക്ക് പറയേണ്ടതില്ല, ബട്ട് ഇവിടെ ഞാൻ പറയും. അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും തരണം ചെയ്ത് വന്നു.
നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉപദേശിക്കാൻ പോവരുത്. ഒരു മനുഷ്യനെയും ഉപദേശിക്കാനും പോകരുത്, ഉപദേശം കേൾക്കാനും നിൽക്കരുത്. അത് ഞാൻ പറയുന്നു. സ്വന്തമായിട്ട് അനുഭവങ്ങളുണ്ടോ അതും വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അനുഭവങ്ങളുണ്ടോ അതും കൊണ്ടങ്ങ് പൊക്കിക്കൊള്ളുക. അത്രേ ഇവിടെ ചെയ്യാനുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്ന സിറ്റുവേഷൻസാണ്. കാരണം കാർഡ് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, അവർ ജനിച്ചിറങ്ങി വരുന്ന സമയത്ത് അവർക്ക് പോകേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം അതിലോട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക. ഇവൻ കൊണ്ടുപോയിട്ട് മതം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് അത് ചെയ്യിപ്പിക്കുകയോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അല്ലാണ്ട് അടിച്ച് പഠിപ്പിക്കലും അതിൻ്റെയൊക്കെ ഒരു ടൈം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു ടൈം കഴിഞ്ഞു. ചുമ്മാ ഇതല്ലാതെ വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ആയിട്ടുണ്ട്. കാരണം ടൈം ചേഞ്ചായി എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ടൈം ചേഞ്ചായി. ആ ചേഞ്ചിങ് എന്ന് പറയുന്ന ടൈം ഭയങ്കരമായിട്ട് മാറ്റം വന്നു കഴിഞ്ഞു. 5ഓളം ജനറേഷനായി ഇന്ന് ഭൂമിയിൽ നിൽക്കുന്ന 5ഓളം ജനറേഷൻ എല്ലാം കൂടെ എങ്ങനെ കൊളാബാക്കി നിർത്തുമെന്ന് ഭൂമി കൺട്രോൾ ചെയ്തു, ഭൂമി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പം നമ്മളിവിടെ കാണിക്കുന്ന യൂണിവേഴ്സ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു കുടക്കീഴി കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടാണ്. മതം പഠിച്ചവരുണ്ട്, ടെക്നോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, എല്ലാം ഒരുപാട് ഇങ്ങനെ കമ്മ്യൂണിറ്റികളുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ കൺട്രോൾ ചെയ്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈൻ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അതായത് എന്താ പറയുക, ഇപ്പം ഒരു റിലേഷൻഷിപ്പിലായാലും അവരെ അങ്ങോട്ട് വിടുക. അവരെ ഇഷ്ടമാണ്, അവർ ആ ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ടോക്സിസിറ്റി കാണിക്കാണ്ടിരിക്കുക. അവരുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ അവരെ ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. അല്ലാണ്ട് നിങ്ങളാണോ എല്ലാവരെയും പെറ്റിടുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണോ എല്ലാവരെയും ഇതാക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരവർക്ക് ജീവിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉരുണ്ട സാധനത്തിൽ എല്ലാവരെയും പിടിച്ചിട്ടേക്കാണ്. ഒരു ഉരുണ്ടൊരു ഗ്രഹത്തിൽ ഇത് ഉരുണ്ടതാണോ ഇല്ലയെന്നൊന്നും ഇനി എനിക്കും അറിയാൻ വയ്യ. അതിനേക്കാളും പറ്റിക്കണമാരാണ് വേറെ കുറേമാർ. അത് ഞാൻ പിന്നെ പുറത്ത് വിടുന്നില്ല. ഒരുപാട് പറ്റിക്കൽസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ പർപ്പസ് എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ സോൾ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരു മനുഷ്യനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിനനുസരിച്ച് ചെയ്തു പോവുക. പിന്നെ ഡെമോക്രാറ്റിക് എഴുതി വെച്ചത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്, തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മക്കളുടെ തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അർഹതയില്ല. ഭൂമിയിലോട്ട് പെറ്റിട്ടെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതാക്കിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇതും ഉള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങളാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഞാനത് ചോദിച്ചു പോകുന്നതാണ്. ഇത് ഒരുപാട് സംഭവങ്ങൾ എനിക്കിവിടെ കാണുന്നുള്ളത് കൊണ്ട് ഞാൻ കാർഡിൽ കാണുന്ന കാര്യങ്ങൾ എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻസ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് മൂഡ് സ്വിങ്സ് ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നെഗറ്റീവ് വരുന്ന സമയത്ത് എനിക്ക് കൂടോത്രമാണ്, എനിക്ക് ബ്ലാക്ക് മാജിക്കാണ്, മനസ്സിനെ ഇട്ട് അങ്ങോട്ട് പിടപ്പിച്ചിട്ട് എനിക്ക് ബ്ലാക്ക് മാജിക്കാണ്, എനിക്ക് കൂടോത്രമാണ്, അതൊന്നുമല്ല. മനസ്സിലാകുന്നുണ്ടോ? മൈഗ്രെയിൻ ആണെന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഉസ്താദിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പൂജാരിമാരുടെ അടുത്തോ ചെന്നിട്ട് എഴുതി തരാൻ പറയരുത്. അത് ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. എനിക്ക് തല ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ചെയ്യണം, എനിക്ക് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കരുത്. അത് മാറത്തില്ല. അത് ദൈവത്തിൻ്റെ പണിയല്ല. ദൈവത്തിൻ്റെ പണി എന്ന് പറയുന്നത് ദൈവം മാത്രം ചെയ്യുന്ന പണിയാണ്. അപ്പോൾ വരാനുള്ള ബ്ലെസ്സിങ്സും കൂടെ നിങ്ങൾ എടുത്ത് കളയരുത്. ഒരുപാട് ഇമോഷണലി ഡൗൺ ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സ് എന്താണോ കേൾക്കേണ്ടതും കാണേണ്ടതും മാത്രം കണ്ടും കേട്ടും മാത്രം പോവുക. അത്ര തന്നെയാണ് ഉള്ളത്. ഈവൻ ടാറോ കാർഡ് റീഡിങ് വരെയും നിങ്ങൾ മടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുക, റീസണേറ്റ് ആവുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, റീസണേറ്റ് ആവാത്ത ആൾക്കാരുമുണ്ട്. പക്ഷേ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുക. ഈവൻ കുറേ റിലേഷൻഷിപ്പിൻ്റെ റീഡിങ് മാത്രം ഇടുന്ന, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ പറയുന്നില്ല, ബട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അതിനനുസരിച്ച് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പം ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഏജായിട്ടും എൻ്റെ സമയം നഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് ഒരിക്കലുമല്ല. ചുമ്മാ തോന്നൽ മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല.
എനിക്ക് ഒരുപാട് ഏജായിനിപ്പോൾ എന്തോന്നാ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങൾക്കൊത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിർത്താൻ വേണ്ടി പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ എൻ്റെ സമയം പോയി 2K കിഡ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരാണ് ഇന്നിവിടെ ചുമ്മാതെയാണ് ഇറങ്ങുക, അങ്ങോട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഡിവൈൻ സപ്പോർട്ട് വ്യക്തമായിട്ട് ഇവിടെ ഡിവൈൻ സപ്പോർട്ടുണ്ട്. ഇവിടെ ആരാ തീരുമാനിക്കുന്നത്? ഡിവൈൻ തന്നെയാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് കളിയാക്കലും അതുപോലെ തന്നെ നെഗറ്റീവ്സ് വാക്ക് കേട്ടിട്ട് മറ്റുള്ള ഇൻഫ്ലുവൻസ് ആയിട്ട് സ്വന്തം കഴിവിനെ അടക്കി വെച്ചിരിക്കുന്ന മുണ്ണകളുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിപാടി നിർത്തിക്കൂ നിങ്ങൾ, എന്നിട്ട് ഇറങ്ങാൻ നോക്ക്. ഉള്ള കാര്യം ഞാൻ പറയാം, നിങ്ങൾ അതിലോട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ എല്ലാം ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരിക്കലും കൂട്ടിലടയ്ക്കപ്പെട്ട വിഷമിച്ചൊരിക്കലും ഇരിക്കാൻ വേണ്ടി നോക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ എവിടെ പോയി എൻ്റെ സമയമെന്ന് മനസ്സിലാക്കും. സത്യം മനസ്സിലാക്കുന്ന സമയത്ത് എവിടെ പോയി എൻ്റെ സമയം എന്ന് മനസ്സിലാക്കും. സീരിയസ്ലി ഞാൻ പറയുന്നത്, എവിടെ പോയി എൻ്റെ സമയം നിങ്ങൾ ചോദിച്ചു പോകും. അപ്പോൾ ഇപ്പോഴേ ഉള്ള സമയം ഹാപ്പിനെസ്സും സന്തോഷിച്ചും കർമ്മയൊക്കെ വരും. ആരെയും മനസ്സ് വേദനിപ്പിക്കാണ്ടിരുന്നാൽ മതി. അല്ലാണ്ട് എങ്ങനെയാണോ ജീവിച്ചോ, ഒരു സീനുമില്ല. ആരെയും മനസ്സങ്ങോട്ട് വേദനിപ്പിക്കരുത്. പോയിട്ട് വേറെ എന്തുകൊണ്ടോ കാണിച്ചു, ഒരു കുഴപ്പമില്ല. മനസ്സ് വേദനിപ്പിച്ചാൽ എല്ലാവർക്കും ഉള്ള പണിയാണ്, അല്ലാണ്ട് വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലും വീഴാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക, ഇമോഷണലി ഡൗൺ ആവാണ്ട് അങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടി നോക്കുക. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ ഓർത്ത് വിഷമിച്ച് ലൈഫ് ഫുൾ അതിന് വേണ്ടി കളയുന്നതിനാണ്. ഒരു സിറ്റുവേഷൻ വന്നു, അത് അവിടെ സ്പോട്ടിൽ കളയുക, അത്രയേ ഉള്ളൂ. അതിലല്ലാണ്ട് അങ്ങോട്ട് മേളിലോട്ടോ താഴോട്ടോ ഒന്നുമില്ല. മനസ്സിലാണ്ടാ? വരാനുള്ളതാണെങ്കിൽ വരും, പോകാനുള്ളതാണെങ്കിൽ പോകും. എല്ലാം യൂണിവേഴ്സിൻ്റെ കൺട്രോളിലാണ്. ഓക്കെ, ഉള്ളതാണെങ്കിൽ നല്ല നിൽക്കും, ഇല്ലതാണെങ്കിൽ പോവും. അത്ര തന്നെയാണ് ഉള്ളത്. അതിൽ മേളൊന്നും സംഭവമൊന്നും വരാനില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ റീഡിങ് എടുക്കണമെന്ന് വിചാരിച്ചൊന്നുമില്ല. ഞാൻ സത്യത്തിൽ ഇപ്പം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല വരുന്നത്. അങ്ങ് കയറുന്നു, അങ്ങ് എന്തൊക്കെയോ ചെയ്ത് പോകുന്നു, പറയാനുള്ളതെല്ലാം പറയുന്നു, അങ്ങനെ തന്നെയാണ്. കാർഡിൽ കാണിക്കുന്ന എനിക്കിവിടെ പറയാണ്ടിരിക്കാനും പറ്റത്തില്ല. സീരിയസ്ലി കാർഡിൽ കാണിച്ചിട്ട് ആ എനർജി കിട്ടുന്ന സമയത്ത് അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കറിയത്തില്ല, അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എനിക്ക് തന്നെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാർഡിൽ കാണിക്കുന്നത് ഞാൻ പറയും. അത് എത്ര വലിയ സിറ്റുവേഷൻസ് ആയാലും ആരെ മുന്നിലാണ് ഞാൻ പറയുമെന്ന് പറയുന്നത്. കാർഡിൽ കാണിക്കുന്നത് എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ്സ് അല്ലേ. അപ്പം മേ ബി എൻ്റെ പർപ്പസൊക്കെ ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, ഞാൻ കുഴി കിടക്കുന്ന ആൾക്കാർക്ക് മാത്രം കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രത്തോളം ഫ്ലോപ്പിൽ നിൽക്കുന്നതും അത്രത്തോളം ഡൗൺ ഫെയിലറായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക്. അപ്പം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതൊക്കെ പറയേണ്ടി വരും. അവരെയൊക്കെ ഒരുപാട് അവർക്ക് റീസണായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ കാര്യം നോക്കി പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. നോർമലി നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളും തന്നെയായിരിക്കും. പക്ഷേ വേറൊരു വ്യക്തി ഒന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്റ്റഡ് ആവും. അപ്പം ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി വന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാവത്തുള്ളൂ. ജസ്റ്റ് അങ്ങനെ കൂട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.